ഹായ്, ഇതേ ഞാൻ നേരത്തെ നട്ട സിസ്റ്റാർഡ് തൈകളുണ്ടല്ലേ, അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി നടണം. മാറ്റി നമുക്ക് ആദ്യം ഒരു ട്രേയിൽ നട്ട് ഇച്ചിരി ഒന്ന് വളർന്നിട്ട് മാത്രമേ നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാൻ പറ്റൂ. അപ്പോൾ ഇതെങ്ങനെ മാറ്റി നടന്നതെന്ന് പറയാം. ആദ്യം നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ മിക്സ് ചെയ്യുന്നതൊക്കെ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ട്രേ കിട്ടും. ആ ട്രേയിലോട്ട് കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചു കൊടുക്കാം. ട്രേയിലോട്ട് ഇതുപോലെ ചകിരിച്ചോറ് നിറയ്ക്കണം. ഇതിപ്പോൾ തൈ വളരാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വിത്ത് പാകിയപ്പോൾ ഞാൻ ചകിരിച്ചോറ് മാത്രമേ ചേർത്തോളായിരുന്നു. ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ നല്ല ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു കമ്പ് കൊണ്ട് നമുക്ക് ആദ്യമേ ഒരു ഹോൾ എടുക്കാം. ഹോൾ ഇട്ട് കൊടുക്കാം. തീക്കമ്പ് എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് പയ്യെ ഈ തൈ ഉണ്ടല്ലേ, ഓരോന്നും വേര് പൊട്ടാതെ എടുക്കണം. കണ്ടോ, ഇതുപോലെ എടുത്ത് ആ കുഴിയിലോട്ടിട്ടിട്ട് ഇങ്ങനെ ചുവടങ്ങ് ഉറപ്പിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കി തൈ കൂടി ചെയ്യാം. ഇത് കൂടി നിൽക്കുന്ന തൈയാണെങ്കിൽ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുഴിയിലോട്ട് വെച്ച് കൊടുത്ത് വേരം ഉറപ്പിച്ചു കൊടുത്താൽ മതി. അതവിടെ വന്നങ്ങ് പിടിച്ചോളും. ട്രെയിൽ മണ്ണ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ മണ്ണോ ചരിച്ചോറോ ഇട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഇത് കണക്ക് തന്നെ എല്ലാ തൈയും ഇതുപോലെ നട്ടു കൊടുത്താൽ മതി. സിസ്റ്റാറിൻ്റെ തൈകളെല്ലാം ഞാൻ ഈ ട്രെയിലോട്ട് പാകി. ഇച്ചിരി നേരത്തെ പരിപാടി കേട്ടോ, നല്ല മെനക്കെട്ടിരിക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് നട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതങ്ങ് നൂന്ന് നിൽക്കും. എല്ലാം ഇത് മൊത്തം വെള്ളയാട്ടാ പാകിയിരിക്കുന്നത്. പിന്നെ ഇത് തണ്ട് കണ്ട നല്ല കട്ട ചുവപ്പ്, ഇത് മൊത്തം ചുമന്ന കളറ്.